പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ UDF ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനം. നിലവിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് തീരുമാനത്തെ ന്യായീകരിച്ചു. പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകൾ ഏതൊക്കെയെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശക്തിയുക്തം PM ശ്രീയെ എതിർത്ത UDF LDFനെ പഴിചാരിക്കൊണ്ടാണ് ഇന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന UDF യോഗത്തിൽ വിഷയം ചർച്ചയായി. ചർച്ചയ്ക്കൊടുവിൽ പദ്ധതി നടപ്പിലാക്കാമെന്നതായിരുന്നു തീരുമാനം. പക്ഷേ ഏതൊക്കെ സ്കൂളുകൾ PM ശ്രീയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. LDF സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. UDFന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി അപ്രസക്തമായി. സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പിന്റെയും സിലബസ് രൂപീകരണത്തിന്റെയും കാര്യത്തിൽ മാത്രമായിരിക്കും ഇനി ഉപസമിതി റിപ്പോർട്ട് പരിഗണിക്കുക. അതേസമയം UDF വാദങ്ങളുടെ മുനയൊടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പദ്ധതിയിൽ കേരളം ഇപ്പോൾ ഭാഗമായിട്ടില്ലെന്നും ധാരണാപത്രത്തിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നും രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി മറുപടി നൽകി. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളവയാണ്. PM ശ്രീയുടെ ഫണ്ടായി കേരളത്തിന് പണമൊന്നും ലഭിച്ചിട്ടില്ലെന്നും മറുപടിയിൽ പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.